നമ്മുടെ ജീവിതത്തിൽ നാമെല്ലാം നിത്യവും ഉപയോഗിക്കുന്നത് അതല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഈ ഒരു കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ടാണ്. വേറൊന്നുമല്ല, നാം നിത്യവും ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് തന്നെ. ദിവസവും കുറഞ്ഞത് 2 നേരമെങ്കിലും പല്ല് തേക്കുന്നത് നമ്മൾ മലയാളികളുടെ ആരോഗ്യശീലങ്ങളിൽ ഒന്നാണ്. ഇതിനായി നമ്മൾ പലവിധത്തിലുള്ള ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കാറുമുണ്ട്. എന്നാൽ ഈ ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന പല രാസപദാർത്ഥങ്ങളും ഒരുപക്ഷെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായേക്കാമെന്ന് നിങ്ങൾക്കറിയാമോ? ടൂത്ത് പേസ്റ്റുകൾ സെൻസിറ്റിവിറ്റി അബ്രസീവ്സ് എന്നൊരു പദാർത്ഥം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ തോത് വളരെ കൃത്യമായിരിക്കണം. ഇവയുടെ തോത് അഥവാ കൂടിപ്പോയാലോ ഇവ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനാൽ തന്നെ കൃത്യമായ തോതിലുള്ള അബ്രസീവുകൾ RDA റേറ്റിംഗ് പാസ്സാവുകയും വേണം. എങ്കിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നതിന് അത്ര കണ്ടങ്ങ് ദോഷമില്ലെന്ന് പറയാൻ പറ്റൂ. അതിനാൽ നിങ്ങൾ ടൂത്ത് പേസ്റ്റ് വാങ്ങുമ്പോൾ RDA റേറ്റിംഗ് ഉള്ളതാണോ എന്ന് നോക്കി വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പണ്ടത്തെ പോലെയല്ല ഇന്ന് പല നിറത്തിലും പല ഫ്ലേവറിലും എന്ന് വേണ്ട ഡയബറ്റീസ് ഉള്ളവർക്ക്, പല്ലിപുളിപ്പുള്ളവർക്ക്, മോണവേദനയുള്ളവർക്ക് എന്നിങ്ങനെ ഓരോ പ്രശ്നത്തിനനുസരിച്ചും അതുപോലെ പല നിറത്തിലും പല വിധത്തിലുമുള്ള ടൂത്ത് പേസ്റ്റുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. എത്രയൊക്കെ സൈഡ് എഫക്റ്റ് ഇല്ലെന്ന് പറഞ്ഞാലും ടൂത്ത് പേസ്റ്റുകളെല്ലാം കെമിക്കലുകൾ തന്നെയാണല്ലോ. അതിനാൽ തന്നെ 100% സുരക്ഷിതമാണ് ഇവയെന്ന് ഒരിക്കലും പറയാനും പറ്റില്ല. എന്നാൽ ഇനി മുതൽ ഈ കെമിക്കൽ ചേർത്തുണ്ടാക്കുന്ന ടൂത്ത് പേസ്റ്റുകൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്നതും അതുപോലെ നമ്മുടെ അടുക്കളയിലെ സന്തത സഹചാരിയുമായ ഒരേ ഒരു സാധനം മാത്രം ഉപയോഗിച്ച് ഈ പറഞ്ഞ ദോഷങ്ങളൊന്നുമില്ലാതെ പല്ല് ക്ലീൻ ചെയ്യാമെങ്കിലോ നല്ല കാര്യമല്ലേ? തികച്ചും ഹെർബലായി, ശരീരത്തിന് ഗുണമല്ലാതെ ദോഷമൊന്നും വരുത്താതെ പല്ലിലെ അഴുക്ക് മുഴുവൻ കളഞ്ഞ് വായുനാറ്റം, പല്ലിപുളിപ്പ്, പല്ലിനുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ എന്നിവയെല്ലാം മാറ്റാൻ ഇത് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതെന്തു സാധനമെന്നല്ലേ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്, അതല്ലെങ്കിൽ പരിചയപ്പെടാൻ പോകുന്നത് അങ്ങനെ ഒരു സാധനത്തെയാണ്. അപ്പോൾ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സ്ക്രീനിന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷനും കൂടി ഇനേബിൾ ആക്കി നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവാൻ മറക്കല്ലേ. ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം. പല്ലിനുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് മാത്രമല്ല, ഭക്ഷണത്തിന് രുചി കുറവാണെന്ന് അമ്മയോടും ഭാര്യയോടുമൊക്കെ പരാതി പറയുന്നതും ടൂത്ത് പേസ്റ്റിന് പകരമായി ഇത് ഉപയോഗിച്ചാൽ ഒഴിവാക്കാം എന്നൊരു ഗുണവും ഇതിനുണ്ട്. അതെന്താണെന്നല്ലേ, ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ രുചിമുകുളങ്ങൾ കൂടുതൽ ഇഫക്റ്റീവായി പ്രവർത്തിച്ച് നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ മുഴുവൻ സ്വാദും നമുക്ക് ലഭിക്കുമെന്നത് തന്നെയാണ് ഇതിനുള്ള കാരണം. അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. സാധനം മറ്റൊന്നുമല്ല, നമ്മുടെ വെളിച്ചെണ്ണ അഥവാ കോക്കനട്ട് ഓയിലാണ് ഇത്രയും ഗുണങ്ങളൊക്കെയുള്ള ആ ഒരു സാധനം എന്നത്. വേറെ പണിയൊന്നുമില്ലേ? വെളിച്ചെണ്ണയോ വെറുതെ സമയം കളയാനായിട്ട് എന്നൊക്കെയുള്ള കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നതിനാൽ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ഇനി പറയാൻ പോകുന്ന രീതിയിൽ ടൂത്ത് പേസ്റ്റിന് പകരമായി ഈ വെളിച്ചെണ്ണയൊന്ന് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് കിട്ടുന്ന റിസൾട്ട് ഒന്ന് കമൻറ്റായി അറിയിക്കുകയും ചെയ്യുക. ഇനി ഇതിനായി ഈ വെളിച്ചെണ്ണ എങ്ങനെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കിനി നോക്കാം. ഇത് ഉപയോഗിക്കാനും വളരെ സിമ്പിളാണ്. സാധാരണ നാം രാവിലെ ബ്രഷ് ചെയ്യാനായി ടൂത്ത് പേസ്റ്റ് എടുക്കുന്നതിന് പകരമായി ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് നേരെ അത് നമ്മുടെ വായിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ പല്ല് തേക്കുക. ഇങ്ങനെ വെളിച്ചെണ്ണ കൊണ്ട് പല്ല് തേക്കുമ്പോൾ അധികമായിട്ടില്ലെങ്കിലും ചെറിയ രീതിയിൽ ടൂത്ത് പേസ്റ്റ് പോലെ തന്നെ പതയൊക്കെ ഉണ്ടാവും. നന്നായി ഇങ്ങനെ പല്ല് എല്ലാ വശങ്ങളും ക്ലീനാക്കിയ ശേഷം നന്നായി കഴുകി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഫീലിംഗ് നമുക്ക് നേരിട്ടറിയാം. വായിലുണ്ടായിരുന്ന ചീത്ത മണമെല്ലാം മാറി പല്ല് നന്നായി ക്ലീൻ ആയിട്ടുള്ള ഒരു ഫ്രഷ് ഫീലിംഗ് ഫസ്റ്റ് യൂസ് കൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം എന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു പ്രത്യേകത എന്നത്. ഇനി അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ മനസ്സിലാക്കാം പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേച്ചിട്ടുള്ള രുചിയും വെളിച്ചെണ്ണ ഉപയോഗിച്ച് പല്ല് തേച്ചിട്ടുള്ള രുചിയും തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെ കുറച്ച് ദിവസം ടൂത്ത് പേസ്റ്റ് പൂർണ്ണമായി മാറ്റി പകരമായി വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യാസം നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാവുന്നതാണ്. പല്ലിലുണ്ടായിരുന്ന അഴുക്കെല്ലാം മാറുമെന്ന് മാത്രമല്ല, മോണവേദന, പല്ലിലുണ്ടാകുന്ന പുളിപ്പ് എന്നിവയെല്ലാം മാറി വരുന്നതും നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ, പല്ലിനുണ്ടാകുന്ന പുളിപ്പും മറ്റും മാറാനായി സെൻസോഡൈൻ പോലുള്ള ടൂത്ത് പേസ്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നവരും മറ്റുള്ളവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിക്കോട്ടെ. ഈ പറഞ്ഞ പേസ്റ്റിൻ്റെ പരസ്യത്തിൽ കാണിക്കുന്നത് പോലെ തന്നെ തണുത്ത വെള്ളം, ഐസ്ക്രീം എന്നിവയെല്ലാം കഴിക്കുമ്പോൾ പെട്ടെന്ന് പല്ലിനുണ്ടാകുന്ന പുളിപ്പ് ഒരുപക്ഷെ പല്ലിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ മൂലമാകാം ഉണ്ടാകുന്നത്. തുടക്കത്തിൽ ഒരു ദന്ത ഡോക്ടറെ അടുത്ത് പോയി വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. എന്നാൽ ഇതുപോലുള്ള പരസ്യങ്ങൾ കണ്ട് ഇത്തരത്തിലുള്ള ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പുറമേന്ന് താൽക്കാലികമായ ഒരു ആശ്വാസം നൽകുമെങ്കിലും പിന്നീട് റൂട്ട് കനാൽ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയും പല്ല് പൂർണ്ണമായും എടുത്തു കളയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നതിന് കാരണമാകുകയും ചെയ്തേക്കാം. എന്നാൽ ഇങ്ങനെയുള്ളവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് ആശ്വാസം നൽകുമെന്നല്ല പറഞ്ഞു വരുന്നത്. ഇങ്ങനെയുള്ളവർ ഇതേ രീതിയിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് പല്ല് തേക്കുന്നതിൽ തെറ്റില്ലെങ്കിലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടാകും
ഉണ്ടാവുകയാണെങ്കിൽ ഒരു ദന്ത ഡോക്ടറെ കണ്ട് നിങ്ങളുടെ പല്ലിൻ്റെ ഉള്ളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുമാണ്. എന്നാൽ അല്ലാതെയുള്ള ചെറിയ രീതിയിലുള്ള പല്ലുവേദന, മോണവേദന, പല്ലിനുണ്ടാകുന്ന പുളിപ്പ് എന്നിവയെല്ലാം ഈ പറഞ്ഞ രീതിയിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മാറുന്നതായി നമുക്ക് കാണാം. ഈ പറഞ്ഞ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പരസ്യത്തിൽ പറയും പോലെ ഒന്നും സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കിയതിനാൽ തന്നെ ഈ ടൂത്ത് പേസ്റ്റ് കമ്പനിക്കെതിരെ ടൂത്ത് പേസ്റ്റിൻ്റെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ 7 ദിവസത്തിനുള്ളിൽ നിർത്തിവെക്കാനും നിർമ്മാതാവിന് 10 ലക്ഷം രൂപ പിഴ ചുമത്താനും സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അഥവാ CCPA ഉത്തരവിട്ട കാര്യം നിങ്ങൾ വാർത്തകളിലൂടെ അറിഞ്ഞു കാണുമല്ലോ. ലോകമെമ്പാടുമുള്ള ദന്ത ഡോക്ടർമാർ ശുപാർശ ചെയ്തത് ലോകത്തിലെ 1-ാം നമ്പർ സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റ് എന്നീ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന സെൻസോഡൈൻ ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ 7 ദിവസത്തിനകം നിർത്തലാക്കണമെന്നതായിരുന്നു ആ ഉത്തരവിൽ പറയുന്നത്. എന്നാൽ ആ പരസ്യം മാറ്റി മറ്റൊരു പരസ്യവുമായി ഇന്നും ഈ പറഞ്ഞ ടൂത്ത് പേസ്റ്റ് വിപണിയിൽ സജീവമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ടതില്ലെങ്കിലും പരസ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്ന് കാണിക്കാനുള്ളൊരു ഉദാഹരണം പറഞ്ഞെന്നേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, നമ്മുടെ കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതുപോലെ ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷിൽ തേച്ച് പല്ല് തേക്കുന്നത് പോലെ ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച് പല്ല് തേക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒരു ചെറിയ ടിന്നിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ വെളിച്ചെണ്ണ കട്ടിയായി കിട്ടുന്നതാണ്. ഇങ്ങനെ കട്ടിയായി കിട്ടുന്ന വെളിച്ചെണ്ണ നിങ്ങൾക്ക് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ബ്രഷിലെടുത്ത് പല്ല് തേക്കാവുന്നതാണ്. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ആദ്യം ചെറിയൊരു തണുപ്പുണ്ടാകും എന്ന് മാത്രം. വെളിച്ചെണ്ണ നേരിട്ട് തേക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നാൽ അങ്ങനെ തേക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് ദിവസമെങ്കിലും കെമിക്കലുകൾ അടങ്ങിയ ടൂത്ത് പേസ്റ്റിന് പകരമായി വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഒന്ന് പല്ല് തേച്ച് നോക്കൂ. അങ്ങനെ നോക്കിയാൽ മാത്രം പോരാ, എന്നിട്ട് കിട്ടുന്ന റിസൾട്ട് നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക. ശരീരത്തിന് ദോഷം ചെയ്യുന്ന ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കാതെ തികച്ചും നാച്ചുറലായ ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിച്ച് പല്ലിനുണ്ടാകുന്ന പ്രശ്നങ്ങളും അഴുക്കും മറ്റും കളയാൻ എങ്ങനെ ഉപയോഗിക്കാം എന്നീ കാര്യങ്ങളെല്ലാം കുറിച്ച് വിശദമാക്കിയ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്നും ഇഷ്ടമായെന്നും വിശ്വസിക്കുന്നു. ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നമ്മുടെ ഈ ചാനൽ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. കൂടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. മേക്ക് ഫിറ്റ് ആൻഡ് സ്റ്റേ ഹെൽത്തി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് മൈ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും 1000 സ്നേഹത്തോടു കൂടി ഗുഡ് ബൈ. ഇറ്റ്സ് മീ യുവർ ഓൺ സജോയ്.